നമസ്കാരം. ടാന പി എസ് സിയുടെ ഡെയിലി ഇംഗ്ലീഷ് വൊക്കാബുലറി സീരീസിലേക്ക് സ്വാഗതം. ഈ സീരീസിലെ 5ാമത്തെ ക്ലാസ്സാണിത്. കഴിഞ്ഞ 4 ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി കാണുക. ഓരോ ദിവസവും കുറച്ച് വൊക്കാബുലറി പഠിച്ച് എക്സാം ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് എക്സാമിന് വരാൻ സാധ്യതയുള്ള വൊക്കാബുലറികൾ മുഴുവൻ പഠിച്ചു തീർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു സീരീസ് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് മാക്സിമം ഉപയോഗപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ കുറച്ച് കളക്റ്റീവ് നൗൺസ് ആണ് പഠിക്കാൻ പോകുന്നത്. കളക്റ്റീവ് നൗൺസ് നമ്മുടെ സിലബസിലെടുത്ത് പറയുന്ന ഒരു വൊക്കാബുലറി പോർഷനാണ് കളക്റ്റീവ് നൗൺസ്. ഒരു ജീവികളുടെ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളുടെയൊക്കെ കൂട്ടത്തെ പറയാൻ ഉപയോഗിക്കുന്ന പദമാണ് കളക്റ്റീവ് നൗൺസ്. അപ്പോൾ ആദ്യത്തെ കളക്റ്റീവ് നൗൺ നോക്കാം, കോളനി ഓഫ്. ഈ കോളനി ഓഫ് എന്ന കളക്റ്റീവ് നൗണിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് ബാറ്റ്സ്, അതേപോലെ ആൺസ്, അതായത് ഉറുമ്പിനെയും അതേപോലെ വവ്വാലിനെയും പറയാൻ വേണ്ടിയാണ് കോളനി ഓഫ് ഉപയോഗിക്കുക. കോളനി ഓഫ് ബാറ്റ്സ് എന്ന് പറയും, കോളനി ഓഫ് ആൺസ് എന്ന് പറയും. അത് നമുക്കറിയാലോ, ഉറുമ്പുകൾ ഒരു കോളനി ആയിട്ടാണ് താമസിക്കുക. ഉറുമ്പുകൾ പോകുന്നത് കണ്ടാൽ അറിയാം, ഓരോരുത്തരായിട്ടല്ല, ഒരു വരി ആയിട്ടാണ് പോകുക. ഒരു കോളനി പോലെ ഒരുമിച്ച് താമസിക്കുന്ന ജീവികളാണ് ഉറുമ്പുകൾ. വവ്വാലുകളും അങ്ങനെ തന്നെയാണ്. നിപ്പിയൊക്കെ വന്ന സമയത്ത് ചില പ്രദേശത്തൊക്കെ വവ്വാലുകൾ ഒന്നായിട്ട് കൂട്ടം കൂടി നിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ വവ്വാലുകൾ ഓടിച്ചതൊക്കെ പത്രങ്ങളിലൊക്കെ വാർത്തയായി വന്നിരുന്നു. അപ്പോൾ ഇത് രണ്ടും കോളനിയായിട്ട് ജീവിക്കുന്ന ജീവികളാണെന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ കോളനി ഓഫ് ബാറ്റ്സ്, ഓൺസ് ആണ് യൂസ് ചെയ്യുക. ഇനി മറ്റൊരു കളക്റ്റീവ് നൗണാണ് ഫ്ലൈറ്റ് ഓഫ്. ഫ്ലൈറ്റ് ഓഫ് എന്ന കളക്റ്റീവ് നൗൺസിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന വാക്കുകൾ ബട്ടർഫ്ലൈസിനെ യൂസ് ചെയ്യും, ഇൻസെക്ട്സിനെ യൂസ് ചെയ്യും, ബേർഡ്സിനെ യൂസ് ചെയ്യും. നമുക്കറിയാം ഈ മൂന്ന് എന്താണ്, പിന്നെ ഫ്ലൈറ്റിനെ പോലെ പറക്കുന്ന സാധനങ്ങളാണ് അല്ലേ. ഫ്ലൈറ്റിനെ പോലെ, വിമാനത്തെ പോലെ പറക്കുന്ന സാധനങ്ങളാണ്. ആരൊക്കെ? ഇൻസെക്ട്സ് ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, ബേർഡ്സ് ഉണ്ട്. പിന്നെ രണ്ടെണ്ണം ഉള്ളത് സ്റ്റെയേഴ്സും സ്റ്റെപ്സും ആണ്. നമുക്കറിയാം വിമാനത്തിലേക്ക് കയറണമെങ്കിൽ എന്ത് വേണം? ഒരു സ്റ്റെയർ കൊണ്ടുപോയി വെക്കണം. സ്റ്റെയറിൻ്റെ സ്റ്റെപ്പ് കയറിയിട്ട് വേണം ഫ്ലൈറ്റിലെത്താൻ. അപ്പോൾ അതുകൂടി ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അതും കിട്ടാൻ പ്രയാസമില്ല. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? ബട്ടർഫ്ലൈസ് വേണം, ഇൻസെക്ട്സ് വേണം, ബേർഡ്സ് വേണം, അതോടൊപ്പം സ്റ്റേഴ്സ്, സ്റ്റെപ്സ്. ഇതിൻ്റെയൊക്കെ കൂടെ ഫ്ലൈറ്റ് ആണ് യൂസ് ചെയ്യുക. എ ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ്, എ ഫ്ലൈറ്റ് ഓഫ് ഇൻസെക്ട്സ്, എ ഫ്ലൈറ്റ് ഓഫ് ബട്ടർഫ്ലൈസ്, എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റേഴ്സ്, അങ്ങനെയാണ് യൂസ് ചെയ്യുക. ക്ലിയർ ആയല്ലോ. ഇനി എ ബ്രൂഡ് ഓഫ് എന്നാ പറയാം. ബ്രൂഡ്, BROOD ആണ് ബ്രൂഡ് ഓഫ്. ചിക്കനും ഹെന്നും ആണ് ബ്രൂഡിൽ വരുന്നത്. നമുക്കറിയാം ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സാധനമാണ് ചിക്കൻ അല്ലേ. ബ്രെഡും ചിക്കനും അങ്ങനല്ലേ, ഒരു നല്ല കോമ്പിനേഷൻ അല്ലേ. ചിക്കൻ പൊരിച്ചതും ബ്രെഡും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ എ ബ്രൂഡ് ഓഫ് ചിക്കൻ എന്ന് പറയും, എ ബ്രൂഡ് ഓഫ് ഹെൻസ് എന്ന് പറയും. അടുത്തൊരു കളക്റ്റീവ് നൗണാണ് സ്കൂള്. സ്കൂളിൻ്റെ കൂടെ എന്തൊക്കെയാണ് ചേർത്ത് പറയാം? എ സ്കൂൾ ഓഫ് വെയിൽസ് എന്ന് പറയും, എ സ്കൂൾ ഓഫ് ക്ലർക്സ് എന്ന് പറയും, എ സ്കൂൾ ഓഫ് ഫിഷ് എന്ന് പറയും. ഫിഷിൻ്റെ കൂടെ വെയിൽസിൻ്റെ കൂടെ ക്ലർക്സിൻ്റെ കൂടെയൊക്കെ എന്താണ്? ഫിഷാണ് യൂസ് ചെയ്യുക. അത് നിങ്ങൾ എന്തെങ്കിലും കോഡ് ഉണ്ടാക്കി പഠിക്കുക. ഞാൻ കോഡ് തരുന്നില്ല, അതൊന്ന് കോഡ് ഉണ്ടാക്കി പഠിക്കാം. സിമ്പിളാണ്, ഓർത്ത് വെക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റൊന്നാണ് എ കമ്പനി ഓഫ് ആക്ടേഴ്സ് ഉണ്ട്, പ്ലേയേഴ്സ് ഉണ്ട്, സോൾജേഴ്സ് ഉണ്ട്, പാരറ്റ്സ് ഉണ്ട്. അപ്പോൾ കമ്പനി എന്ന കളക്റ്റീവ് നൗണിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് എ കമ്പനി ഓഫ് ആക്ടേഴ്സ്, പ്ലേയേഴ്സ്, സോൾജേഴ്സ്, പാരറ്റ്സ്. ഇതിനൊരു കോഡ് തരാം. ഇതിനെന്തൊരു കോഡ് ഉപയോഗിക്കാം നമുക്കറിയാം. ആക്ടേഴ്സ്, പ്ലേയേഴ്സ്, സോൾജേഴ്സ്, കമ്പനി കൂടാന്ന് പറയില്ലേ നമ്മൾ വൈകുന്നേരം നിശ ക്ലബ്ബുകളിലൊക്കെ പോയിട്ട് കമ്പനി കൂടാന്ന് പറയലുണ്ട്. നമുക്കറിയാം ഈ ആക്ടേഴ്സ് ആണെങ്കിലും പ്ലേയേഴ്സ് ആണെങ്കിലും സോൾജേഴ്സ് ആണെങ്കിലും ഒക്കെ അതിനൊരു ഒരു സിസ്റ്റം അവരുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കുക. കാര്യം മോശമാക്കാൻ വേണ്ടി പറയല്ല, അത് അവരുടെ ഇടയിലുള്ള ഒരു കോമൺ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണെന്നുള്ള രീതിയിൽ നമ്മളൊരു കോഡ് ഓർത്ത് വെക്കുക. ഏതൊക്കെ? ആക്ടേഴ്സ്, പ്ലേയേഴ്സ്, സോൾജേഴ്സ്. പിന്നെ പാരറ്റ്സ്. നമുക്കറിയാം പാരറ്റ്സ് മനുഷ്യരായിട്ട് പെട്ടെന്ന് കമ്പനി ആകുന്ന ഒരു പക്ഷിയാണ് അല്ലേ. നമ്മൾ പിന്നെ മറ്റു പക്ഷികളെ അപേക്ഷിച്ചിട്ട് മനുഷ്യരായിട്ട് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കമ്പനി ആകുന്ന ഒരു പക്ഷിയാണ് പാരറ്റ്. അപ്പോൾ പാരറ്റിൻ്റെ കൂടെയും എന്താണ് യൂസ് ചെയ്യുക? എ കമ്പനി ഓഫ് പാരറ്റ് എന്ന് പറയാം. അപ്പോൾ കമ്പനീൻ്റെ കൂടെ ആരൊക്കെയാണുള്ളത്? ആക്ടേഴ്സ് ഉണ്ട്, പ്ലേയേഴ്സ് ഉണ്ട്, സോൾജേഴ്സ് ഉണ്ട്, പിന്നെ പാരറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ കളക്റ്റീവ് നൗൺസ് നോക്കുന്നത്. ഇനി കുറച്ച് ആൻറ്റോണിംസ് കൂടി നോക്കാം. ക്രൗഡഡ് എന്ന വാക്കിൻ്റെ ആൻറ്റോണിം എന്താണ്? ക്രൗഡഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറേ ആളുകൾ തിങ്ങി നിറഞ്ഞ സ്ഥലത്തിനാണ് ക്രൗഡഡ് പ്ലേസ് എന്നൊക്കെ പറയാം. അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഡെസേർട്ടഡ് ആണ്, മരുഭൂമി പോലെ ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലം. അപ്പോൾ ക്രൗഡഡ്, ഡെസേർട്ടഡ്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇനി മറ്റൊന്നാണ് സ്പെൻഡ് ത്രിഫ്റ്റ്. എന്താണ് സ്പെൻഡ് ത്രിഫ്റ്റ് പറഞ്ഞാൽ? നന്നായി ചിലവഴിക്കുന്ന ഒരാൾക്കാണ് സ്പെൻഡ് ത്രിഫ്റ്റ് എന്ന് പറയുക. എക്സ്ട്രാ വാഗൻ്റ് എന്നും പറയും. സ്പെൻഡ് ത്രിഫ്റ്റിന് മറ്റൊരു പേരാണ് എക്സ്ട്രാ വാഗൻ്റ്. അപ്പോൾ ഇതിന് രണ്ടിനും ആൻറ്റോണിം എന്താണ് വരുന്നത്? ഫ്രൂഗൽ വരും, മൈസർലി വരും. ഇതൊക്കെയാണ് ഫ്രൂഗൽ, മൈസർലി. ഇത് രണ്ടും സ്പെൻഡ് ത്രിഫ്റ്റിൻ്റെയും എക്സ്ട്രാ വാഗൻ്റിൻ്റെയും എന്താണ്? ആൻറ്റോണിമാണ്. ഇനി ഇത് സിനോണിം ചോദിക്കാനും വരാം. സ്പെൻഡ് ത്രിഫ്റ്റിൻ്റെ സിനോണിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ വാഗൻ്റ് ആണ്. ഫ്രൂഗലിൻ്റെ സിനോണിമാണ് മൈസർലി. അതങ്ങനെ പഠിച്ചു വെക്കാം. പിന്നെ മറ്റൊരു വേർഡാണ് അഡ്വൈസിറ്റി. അഡ്വൈസിറ്റിൻ്റെ ആൻറ്റോണിം എന്താണ്? അഡ്വൈസിറ്റി പ്രോസ്പെരിറ്റി ആണ്. അഡ്വൈസിറ്റി ഇൻ അഡ്വൈസിറ്റി ആൻഡ് പ്രോസ്പെരിറ്റി എന്ന് പറയുമല്ലോ. സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് കഴിയുന്ന ആളുകളെ കുറിച്ചാണ് പറയാം. അപ്പോൾ അഡ്വൈസിറ്റിൻ്റെ ആൻറ്റോണിം എന്താണ്? പ്രോസ്പെരിറ്റി ആണ്. പിന്നെ സെനിത്ത്. സെനിത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? നാദിറാണ്. സെനിത്തിൻ്റെ ആൻറ്റോണിം
നാദിറാണ്. സെനിത്ത് നാദിർ. പിന്നെ മറ്റൊന്നാണ് ഡീപ്പ്. ഡീപ്പിൻ്റെ ആന്റോണിയം എന്താണ്? ഡീപ്പിൻ്റെ ആന്റോണിയം ഷാളോ ആണ്. നമുക്കറിയാം ഡീപ്പ് ഫ്രൈ എന്നും ഷാളോ ഫ്രൈ എന്നൊക്കെ പറയാറുണ്ടല്ലേ. ചിക്കനൊക്കെ പൊരിക്കുന്ന സമയത്ത് നല്ലോണം എണ്ണ ഒഴിച്ചിട്ട് മുക്കി പൊരിക്കുകയാണെങ്കിൽ അതിന് ഡീപ്പ് ഫ്രൈ എന്ന് പറയും. അതല്ല കുറച്ച് എണ്ണ മാത്രം ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുന്നതിന് ഷാളോ ഫ്രൈ എന്നാണ് പറയുക. അപ്പോൾ ഡീപ്പിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഷാളോ എന്നാണ്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അടിപൊളിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.